ചാനലിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയെ, ബഹുമാനപ്പെട്ട കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവകുപ്പ് സഹമന്ത്രി കൂടിയായ ശ്രീ ജോർജ് കുര്യൻ സാറിനെ മുഖ്യ പ്രഭാഷണത്തിനായി സർ പ്ലീസ്. ബഹുമാന്യരായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വ്യക്തികളെ, മത്സ്യ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാർ, ബഹുമാന്യനായ മുഖ്യമന്ത്രി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെയാണ് എൻ്റെ പ്രസംഗം. അദ്ദേഹം ഉടനെ തന്നെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഓൺലൈനായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2024 ജൂൺ മാസം 11-ാം തീയതിയാണ് ഞാൻ കേന്ദ്ര സഹമന്ത്രിയായിട്ട് സ്ഥാനമേറ്റു. 15-ാം തീയതി മുതലപ്പുഴയിൽ ഒരപകടമുണ്ടായി, ഒരാൾ മരിച്ചു. അനേകം ആൾക്കാർ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു. എനിക്ക് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ആയിരുന്നില്ല. ബഹുമാനനായ എൻ്റെ ക്യാബിനറ്റ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെട്ട അവസരത്തിൽ മിനിസ്ട്രിയുടെ തന്നെ സെക്രട്ടറിയോട്, അദ്ദേഹം മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്, മിനിസ്ട്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള അഭിലാഷ് ലിഖിയോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. അങ്ങനെ 22-ാമത്തെ ദിവസം ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ഇവിടെ എത്തുവാൻ സാധിച്ചു. ഇവിടെ ജനങ്ങളുമായിട്ട് സംസാരിച്ചു, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. സംസ്ഥാനത്തെ മന്ത്രിയും അതുപോലെ തന്നെ ശ്രീ സജിച്ചറിയാനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. ശ്രീ സജിച്ചറിയാൻ പറഞ്ഞു 2 മാസത്തിനുള്ളിൽ DPRD. അപ്പം ഞാൻ പറഞ്ഞു, മന്ത്രി 2 മാസത്തിനുള്ളിൽ തന്നാൽ ഞാൻ 1 മാസത്തിനുള്ളിൽ കേന്ദ്ര പെർമിഷൻ തരും. അത് തന്നെ സംഭവിച്ചു. അങ്ങനെ പെട്ടെന്ന് ഈ 177 കോടി രൂപയുടെ പദ്ധതിക്ക് സാങ്ഷൻ കൊടുത്തു. അതിൽ 106 കോടി കേന്ദ്ര വിഹിതമാണ്, ബാക്കിയുള്ള 71 കോടി കേരള വിഹിതവുമാണ്. ഇതൊരു ബ്ലൂ ഗ്രീൻ, അതായത് നീലകടലിൽ കരയുന്നത് പച്ച, ആ രീതിയിൽ പ്രകൃതിയുമായിട്ട് ചേർന്ന ഒരു ഫിഷിംഗ് ഹാർബർ. ആധുനികമായിട്ടുള്ള സമീപനങ്ങളെല്ലാം തന്നെ ഈ ഹാർബറിൽ ഉണ്ടാകും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പഠനങ്ങളും നടത്തിയിട്ടാണ് ഈ ഹാർബർ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇത് മത്സ്യപ്രവർത്തകർക്ക് എന്നും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതായിരിക്കണം ആണ് ശാസ്ത്രജ്ഞന്മാർ ഉറപ്പു തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള പദ്ധതികൾ ധാരാളം ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മുതലപ്പുഴയുടെ കാര്യത്തിൽ ഇത്രയും സമഗ്രമായിട്ട് ഇതിന്റെ DPR സമർപ്പിച്ച സംസ്ഥാന ഈ വകുപ്പിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ കാസർഗോഡ് ഹാർബർ, പുതിയാപ്പയിലെ ഹാർബർ, കൊയിലാണ്ടിയിലെ ഹാർബർ, പൊന്നാനിയിലെ ഹാർബർ, അർത്തങ്കിലെ ഹാർബർ,
ഇതെല്ലാം തന്നെ കേന്ദ്രവും സംസ്ഥാനവും കൂടി അത് ഡെവലപ്പ് ചെയ്യുക. ഇത് കൂടാതെ ഏതാണ്ട് 9 ഇന്റഗ്രേറ്റഡ് മോഡേൺ ഫിഷിംഗ് വില്ലേജസ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള 9 ഫിഷിംഗ് വില്ലേജുകൾ കേന്ദ്രത്തിന്റെ 60%, അതുപോലെ തന്നെ കേരളത്തിന്റെ 60%-വുമായിട്ട് കേരളത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ 50 കോടി രൂപ മുടക്കിക്കൊണ്ട് ഏറ്റവും മോഡേണായിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്ന രീതിയിൽ നമ്മുടെ ആലുവായിലെ ഒരു ഫിഷ് മാർക്കറ്റ് അതിൻ്റെ തുടക്കം കുറിക്കുകയുണ്ടായി. ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെ രീതിയിലുള്ള മാർക്കറ്റുകളായിരിക്കും. അത് ക്ലീൻ ചെയ്യുവാനും പ്രോസസ് ചെയ്യുവാനും മാർക്കറ്റ് ചെയ്യുവാനും ഓൺലൈനായിട്ട് ഈ ജനങ്ങൾക്ക് വാങ്ങിക്കുവാനുള്ള സൗകര്യങ്ങളുള്ള മാർക്കറ്റുകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു വികസിതമായിട്ടുള്ള ഭാരതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം, കടലിലേക്ക് മത്സ്യപ്രവർത്തകർ പോയി കഴിഞ്ഞു. അവരുമായിട്ട് ബന്ധപ്പെടുവാൻ സാധ്യത അത് പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്രവും അതുപോലെ തന്നെ കേരളവും തുല്യമായി ഫണ്ട് മുടക്കിക്കൊണ്ട് ട്രാൻസ്പോർട്ടറുകൾ സ്ഥാപിക്കുകയാണ്. ISROയുമായിട്ട് ബന്ധപ്പെട്ട് സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രാൻസ്പോർട്ടർ ഘടിപ്പിക്കുന്നത് ബോട്ടുകളിലാണ്. ആ ബോട്ടുകളിൽ നിന്ന് ഈ മത്സ്യപ്രവർത്തകർ വീട്ടിലേക്ക് ബന്ധപ്പെടാൻ സാധിക്കും. വീട്ടുകാർക്ക് ഈ മത്സ്യപ്രവർത്തകരെ ബന്ധപ്പെടുവാൻ സാധിക്കും മെസ്സേജുകളിലൂടെ. ഈ മത്സ്യപ്രവർത്തകന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ എത്തിക്കുവാൻ സാധിക്കും. വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനെത്തിച്ചേരുവാൻ സാധിക്കും. മാത്രമല്ല, എവിടെയാണ് കൂടുതൽ മത്സ്യം കിട്ടുന്നതെന്ന് ട്രാൻസ്പോർട്ടർ കാണിച്ചു കൊടുക്കും. ഈ ബോട്ടിന്റെ അടുത്ത് എവിടെയാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കും. സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നലാണ്. ഈ വർഷം ഭാരതത്തിൽ മൊത്തത്തിൽ 1 ലക്ഷം ബോട്ടുകളിലാണ് അത് ഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ആയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, 60% കേന്ദ്രത്തിൻ്റെയും 40% സംസ്ഥാനത്തിൻ്റെതുമായിട്ട് അത് ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മത്സ്യപ്രവർത്തകർക്ക് സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ്, അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ട് കാലാവസ്ഥ അതിജീവിക്കുന്ന വില്ലേജുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അങ്ങനെ 100 വില്ലേജുകൾ ഭാരതത്തിൽ സെലക്ട് ചെയ്യപ്പെട്ടു. അതിൽ 6 വില്ലേജ് ഈ കേരളത്തിലാണ്. 2 കോടി രൂപ പൂർണ്ണമായിട്ട് 100% കേന്ദ്ര സർക്കാർ കൊടുക്കുകയാണ്. ഈ ജില്ലയില് പള്ളത്ത് ആ വില്ലേജ് മത്സ്യപ്രവർത്തകരെ മാത്രമല്ലെങ്കിൽ അവരുടെ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ടി അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ രീതിയിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആ നെറ്റിന്റെ ഒരു കണക്ഷന്റെ പ്രശ്നമായിരുന്നു. അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് വഴിമാറിക്കൊണ്ട് അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിന് ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം.